ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ ഫോണിലുള്ള ജിമെയിലിൽ പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുകയാണ്. ഈ പുതിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നേരത്തെയൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് മാത്രമായിട്ട് ലഭിച്ചിരുന്ന ഒരു ഓപ്ഷനാണ്. ആ ഒരു ഓപ്ഷനാണ് ഇപ്പം മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് ലഭിച്ചിരിക്കുന്നത്. പുതിയ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് ലേബൽ എന്ന പേരിലാണ് മൊബൈലിൽ വന്നിരിക്കുന്നത്. കമ്പ്യൂട്ടറിൽ ജിമെയിൽ ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു ഓപ്ഷൻ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോഴാണ് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ക്രിയേറ്റ് ലേബൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഫോണിലേക്ക് ഒരുപാട് ഇമെയിൽ മെസ്സേജുകളൊക്കെ വരുന്നതാണ്. അതിൽ ചിലത് പ്രൈമറി മെസ്സേജുകളാണ്. നമ്മൾ ഏതെങ്കിലും സൈറ്റിൽ നമ്മുടെ ഇമെയിൽ ID രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇമെയിൽ IDയിലേക്ക് വരുന്ന മെസ്സേജുകളാണ് പ്രൈമറി മെസ്സേജായിട്ട് വരുന്നത്. അതുകൂടാണ്ട് നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ നമ്മുടെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വരുന്ന മെസ്സേജും പ്രൈമറി മെസ്സേജായിട്ട് വരുന്നതാണ്. പിന്നെ നമ്മുടെ ഫോണിലേക്ക് വരുന്ന ജിമെയിൽ മെസ്സേജാണ് പ്രൊമോഷൻ എന്ന വിഭാഗത്തിൽ വരുന്ന മെസ്സേജുകൾ. ഇവിടെ നമുക്ക് ഗൂഗിളിൻ്റെ പരസ്യങ്ങളും കമ്പനി പരസ്യങ്ങളുമാണ് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ നമ്മുടെ ഫോണിലെ ജിമെയിലിലേക്ക് വരുന്ന മെസ്സേജാണ് സോഷ്യൽ. നമ്മുടെ ഈ ജിമെയിൽ ID ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി വരുന്ന മെസ്സേജുകൾ സോഷ്യൽ വിഭാഗത്തിൽ പെടുന്നതാണ്. ഈ ഒരു വിഭാഗത്തിലൊക്കെ പെടുന്ന ഒരുപാട് പരസ്യങ്ങൾ നമ്മുടെ ഫോണിലുള്ള ജിമെയിലിൻ്റെ ഇൻബോക്സിൽ നിറഞ്ഞു കിടക്കുകയായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മെസ്സേജുകൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് പാടുപെടേണ്ടതായിട്ട് വരും. ചുരുക്കം പറഞ്ഞാൽ എല്ലാം കൂടി ഒരു അവിയൽ പരുവത്തിലായിരിക്കും കിടക്കുക. ഇവിടെയാണ് നമ്മൾക്ക് ഈ ലേബൽ എന്നുള്ള ഈ പുതിയ ഓപ്ഷൻ നമുക്ക് ഉപകാരപ്രദമായി വരുന്നത്. നമ്മുടെ ജിമെയിലിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ള ഒരു മെസ്സേജ് അതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന ആ കാറ്റഗറിയിൽപ്പെട്ട എല്ലാ മെസ്സേജുകളും ആ ലേബലിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് കിടക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ലേബലുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഒരു ലേബലിൽ വന്ന് നിറഞ്ഞു കിടക്കുന്ന പരസ്യങ്ങളെല്ലാം നമുക്ക് ഒറ്റ ക്ലിക്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള സൗകര്യം ഇതുപോലെ ലഭിക്കുന്നതാണ്. അതുകൂടാണ്ട് നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജുകളെല്ലാം നമുക്ക് വേർതിരിച്ച് കിട്ടുന്നതിനാൽ നമുക്ക് ആവശ്യമുള്ള മെസ്സേജുകൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വ്യത്യസ്ത കാറ്റഗറി പെടുന്ന പരസ്യങ്ങളെ നമ്മൾ ഓരോ കാറ്റഗറി തിരിച്ച് വേണം നമ്മൾ ലേബൽ ചെയ്യാവുള്ളൂ എന്നുള്ളതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓണാക്കി ഇടുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫോണിൽ ഇമെയിലിൽ ലേബൽ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ജിമെയിൽ ആദ്യമേ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഞാൻ എൻ്റെ ജിമെയിൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് വരുന്നതാണ്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് സൈഡ് ചേർന്ന 3 ലൈൻസ് കാണാവുന്നതാണ്. ആ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു സൈഡ് വിൻഡോ വരുന്നതാണ്. ആ വിൻഡോ ഒന്ന് മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെയായിട്ട് ന്യൂ എന്ന് കാണിച്ചിരിക്കുന്ന പുതിയൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ ക്രിയേറ്റ് ലേബൽ എന്ന ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇത് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. അതുകൊണ്ടാണ് ഇവിടെ ന്യൂ എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കൊരു പോപ്പ് വിൻഡോ വരുന്നതാണ്. ഇവിടെ ന്യൂ ലേബൽ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുത്ത് നമുക്ക് പുതിയൊരു ലേബൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ലേബൽ എങ്ങനെയാണ് ജിമെയിലിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു പേര് കൊടുത്ത് ഞാൻ ലേബൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ കൊടുക്കുന്നത് ലേബൽ 1 എന്നുള്ള പേരാണ് ഇവിടെ കൊടുക്കുന്നത്. പേര് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ സേവ് ചെയ്യുക. ഇങ്ങനെ പുതിയൊരു ലേബൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു ലേബൽ നമ്മുടെ ഈ ഒരു ഇമെയിൽ IDയുടെ സൈഡിലായിട്ട് നമുക്ക് സൈഡ് വിൻഡോയിൽ കാണാൻ സാധിക്കുന്നതാണ്. പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ലേബൽ empty ആയിട്ടായിരിക്കും കിടക്കുക. ഈ ഒരു ലേബലിലേക്ക് ഏത് കാറ്റഗറിയിലുള്ള മെസ്സേജാണ് വന്ന് കിടക്കേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഓൾ മെസ്സേജ് എന്നുള്ള ആ ബോക്സിൽ ചെന്ന് ഏത് കാറ്റഗറിയിലുള്ള ഫയൽസാണ് അല്ലെങ്കിൽ മെസ്സേജാണ് നമ്മൾ ഈ ഒരു ലേബലിലേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കുക. പിന്നീട് വരുന്ന ആ കാറ്റഗറിയിൽ വരുന്ന മെസ്സേജുകളെല്ലാം ഈ ഒരു പുതിയ ലേബലിലേക്കായിരിക്കും വന്ന് കിടക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് മെസ്സേജുകൾ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് കാണുന്ന 3 ഡോട്ടിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സൈഡിലായിട്ട് ഒരു സൈഡ് ബാർ വരുന്നതാണ്. അതിൽ നിന്ന് ലേബൽ ആസ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതുതായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ലേബലൊക്കെ നമുക്കവിടെ വരുന്നതാണ്. ഇവിടെ നമുക്ക് ഇതൊരു പോപ്പ് വിൻഡോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബോക്സിൽ നമുക്ക് 2 ലേബൽ നമുക്കിവിടെ കാണാവുന്നതാണ്. ഒന്ന് ഇൻബോക്സ് ആണ്, അത് ഡിഫോൾട്ട് ആയിട്ടുള്ളതാണ്. രണ്ടാമത്തതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലേബൽ 1 എന്നുള്ളൊരു ഓപ്ഷൻ. ഇവിടെ നമ്മൾ ഇൻബോക്സ് എന്നുള്ള ആ ഒരു ലേബൽ നമ്മൾ അൺമാർക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലേബൽ 1 എന്നുള്ള ആ ഒരു ലേബൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത കാറ്റഗറിയിലുള്ള എല്ലാ മെസ്സേജുകളും ലേബൽ 1 എന്നുള്ള പുതിയ ലേബലിലേക്ക് മാറുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടിട്ടിരിക്കുന്ന മെസ്സേജ് ആ കാറ്റഗറിയിലുള്ള എല്ലാ പുതിയ മെസ്സേജുകളും ലേബൽ 1 എന്നുള്ള ലേബലിലായിരിക്കും ഇനി വന്ന് കിടക്കുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വന്ന് കിടക്കുന്നതാണ്. നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ലേബൽ 1 എന്നുള്ള ലേബൽ നമ്മൾ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന 3 ലൈൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സൈഡ് വിൻഡോയിൽ നമുക്ക് ആ ഒരു ലേബൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്രിയേറ്റ് ലേബൽ എന്നുള്ള പുതിയ ഓപ്ഷനിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ലേബലും കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് എത്ര ലേബൽ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലേബലിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് കിടക്കുന്ന ഈ മെസ്സേജുകളെല്ലാം നമുക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്.
അങ്ങനെ നിങ്ങളുടെ ഇമെയിൽ മെസ്സേജിൻ്റെ ഇൻബോക്സിൽ അനാവശ്യമായിട്ടുള്ള മെസ്സേജുകളൊക്കെ വന്ന് ശല്യമാകാതിരിക്കാനായിട്ട് ഇതുപോലെ ലേബൽ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.